രാത്രി കർണൻ വരുമ്പോൾ സൂര്യയും അർച്ചനയും കാർത്തികയും കൂടെ ദേവൂട്ടനെയും എത്തുമോളെയും കളിപ്പിച്ച് മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ കളിചിരികൾ നോക്കി മുത്തശ്ശനും മുത്തശ്ശിയും ഗോവർദ്ധനും ലക്ഷ്മിയും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പല്ലവിയെ അവൻ കണ്ണുകൾ കൊണ്ട് തേടിയെങ്കിലും അവിടെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അല്ല, നിങ്ങൾ മൂന്നാളും എപ്പോൾ വന്നു? ഞങ്ങൾ ഉച്ചയ്ക്ക് ഇങ്ങ് പോന്നു ഏട്ടാ. കാർത്തികയാണ് അതിന് ഉത്തരം പറഞ്ഞത്. നീ വന്നപ്പോൾ പിന്നെ അമ്മയെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നൂടായിരുന്നു? ഞാൻ വിളിച്ചതാ, വന്നില്ല. അച്ഛൻ്റെ അവസാന ശ്വാസമുള്ളത് അവിടെയാ, അവിടം വിട്ട് എങ്ങോട്ടും ഇല്ലെന്നാ പറഞ്ഞേ. അവസാനം അടുത്ത വീട്ടിലെ ബിന്ദു ചേച്ചി അമ്മയെ നോക്കാൻ ഏൽപ്പിച്ച ഞാനിങ്ങ് പോകുന്നത്. ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം. നീ ചെന്ന് ദേവയാനിയോടൊന്ന് റെഡിയായി നിൽക്കാൻ പറ. ചേച്ചിയെയും കൊണ്ട് എങ്ങോട്ട് പോകുവായേട്ടൻ? തൽക്കാലം ചോദ്യമൊന്നും വേണ്ട, ഞാൻ പറയും പോലെ കേട്ടാൽ മതി. അത്രയും പറഞ്ഞ് കർണൻ മുകളിലേക്ക് പോകുമ്പോൾ കാർത്തിക ദേവയാനിയുടെ അടുത്തേക്ക് പോയിരുന്നു. കർണൻ വരുമ്പോൾ പല്ലവിയും എത്തുമ്പോൾ ചിതറിയിട്ട കളിപ്പാട്ടങ്ങൾ അടുക്കി വെക്കുമായിരുന്നു. അവളെ കണ്ടിട്ടും കർണൻ ഒന്നും മിണ്ടാതെ കബോർഡിൽ നിന്നും ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. പല്ലവി ദേഷ്യത്തിൽ മിത്തുമോളുടെ കളിപ്പാട്ടങ്ങൾ ഒച്ചയുണ്ടാക്കി ഇടുത്തു വയ്ക്കുന്നുണ്ടായിരുന്നു. ബാത്റൂമിൽ നിന്നും കുളിക്കുമ്പോൾ തന്നെ പുറത്തെ സൗണ്ട് കർണൻ കേട്ടിരുന്നു. അർച്ചനയുടെയും അനിരുദ്ധിൻ്റെയും കാര്യം അറിഞ്ഞിട്ടും അവളോട് പറയാത്തതിലുള്ള ദേഷ്യമാണെന്ന് അവന് മനസ്സിലായി. പക്ഷേ ഇപ്പോൾ അവളുടെ പിണക്കം മാറ്റാനുള്ള സമയമല്ലാത്തത് കൊണ്ട് വേഗം കുളിച്ച് ഡ്രസ്സ് മാറ്റി കർണൻ പുറത്തേക്ക് ഇറങ്ങി. അവളെ കണ്ടിട്ടും കാണാത്ത പോലെ ഒരുങ്ങി പോകാൻ നിൽക്കുന്ന ബദ്രിയുടെ മുൻപിൽ തന്നെ പല്ലവി വന്നു നിന്നു. എന്താ മനുഷ്യ, ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ പന പോലെ നിൽക്കുന്ന കണ്ടില്ലേ? അതിനൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് കർണൻ പറഞ്ഞു, നീ എന്താ ചോദിക്കാൻ വരുന്നെന്ന് എനിക്ക് നന്നായി അറിയാം. തൽക്കാലം ഇപ്പം നിന്നോട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. പുറത്തന്നെ കാത്ത് ദത്തനും അനിരുദ്ധും വന്ന് നിൽപ്പുണ്ട്. ഞങ്ങൾ പോയി വന്ന ശേഷം എല്ലാത്തിനുള്ള മറുപടി തരാം. എന്നാൽ പല്ലവി അവനെ വിടാതെ വീണ്ടും അവന് തടസ്സമായി നിന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് ചോദിക്കാനുള്ളത് കേട്ടിട്ടേ കർണേട്ടൻ ഇന്ന് പോകൂ. ദേ പെണ്ണെ, സമയമില്ലാത്ത നേരത്ത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി ഇങ്ങനെ തടസ്സം നിൽക്കരുത്. ആവശ്യമില്ലാത്ത കാര്യം എന്നാരാ പറഞ്ഞേ? ആവശ്യമുള്ള കാര്യം തന്നെയാ. പല്ലവി അത് പറയുമ്പോൾ കർണന് ദേഷ്യം വന്നു തുടങ്ങി. ഇനിയും ഇവളോട് സംസാരിച്ചു നിന്ന ശരിയാവില്ലെന്നറിയാവുന്നത് കൊണ്ട് കർണൻ പല്ലവിയുടെ ഇടുപ്പിലൂടെ പിടിച്ച് അവനിലേക്ക് ചേർത്തു നിർത്തി. ഒപ്പം അവൾക്ക് ചിന്തിക്കാൻ സമയം പോലും കൊടുക്കാതെ അവളുടെ ചുണ്ടുകളെ അവൻ സ്വന്തമാക്കിയിരുന്നു. ഇരുഇതളുകളും മാറി മാറി അവൻ ആവേശത്തോടെ രുചിക്കുമ്പോൾ പല്ലവി കർണനെ അവനിലേക്ക് ചേർത്തു പിടിച്ച് കണ്ണുകൾ ഇറുക്കെ അടച്ചിരുന്നു. അവളുടെ ചുണ്ടിൽ നിന്നും നാവിലെ തേൻ അവൻ്റെ നാവാൽ കോർത്തെടുക്കുമ്പോൾ പല്ലവി അവനിൽ പിടിച്ച കരങ്ങളും അയഞ്ഞു പോയിരുന്നു. കർണൻ്റെ കയ്യിലിരുന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയതും പല്ലവിയുടെ ചുണ്ടുകളിൽ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് തീർത്ത കെട്ടുകൾ മോചിപ്പിക്കാതെ തന്നെ അവൻ ഫോണിലേക്ക് മിഴികളൂന്നി. ഡിസ്പ്ലേയിൽ അനിരുദ്ധ എന്ന് തെളിഞ്ഞതും കർണൻ അവനെ അവളിൽ നിന്ന് മോചിതയാക്കി. ഒപ്പം അവളുടെ കവിളിൽ ചെറുതായി കടിച്ചുകൊണ്ട് അവൻ താഴേക്ക് പോയി. എന്നാൽ കർണൻ തീർത്ത പ്രണയ മധുരത്തിൽ അപ്പോഴും തറഞ്ഞു നിൽക്കുകയായിരുന്നു പല്ലവി. കർണൻ വരുമ്പോൾ ദേവയാനിയെ റെഡിയാക്കി നിർത്തിയിരുന്നു കാർത്തിക. എവിടേക്കാ പോകുന്നെന്ന് ചോദിച്ചെങ്കിലും അവനൊന്നും മിണ്ടിയില്ല. പോകും വഴിയെല്ലാം പറയാമെന്ന് പറഞ്ഞ് അവളെയും കൂട്ടി പുറത്തേക്ക് വരുമ്പോൾ അവിടെ അനിരുദ്ധും ദത്തനും നിൽപ്പുണ്ടായിരുന്നു. കർണനാണ് കാർ ഡ്രൈവ് ചെയ്തത്. അവനൊപ്പം തന്നെ ഫ്രണ്ടിൽ അനിരുദ്ധ് കയറുമ്പോൾ പിൻസീറ്റിൽ ദേവയാനിക്കൊപ്പം ദത്തനും കയറിയിരുന്നു. കാറ് കർണൻ മുന്നോട്ട് പായിക്കുമ്പോൾ അവർ 3 പേരെയും മാറി മാറി നോക്കി. 3 പേരുടെ ചുണ്ടിലും എന്തോ നേടാൻ പോകുന്ന വിജയച്ചിരി ഉണ്ടായിരുന്നു. നിമിഷങ്ങൾക്കകം കർണൻ്റെ കാർ സിറ്റിയിലെ തന്നെ പ്രമുഖമായ ഒരു ഹോസ്പിറ്റലിന് മുൻപിൽ വന്നു നിന്നു. ദേവയാനി ഒന്നും മനസ്സിലാവാതെ കർണനെ നോക്കുമ്പോൾ അവൻ അവളെ നോക്കി പറഞ്ഞു, നീ പറഞ്ഞില്ലേ സഞ്ജയുടെ മരണത്തിന് ഉത്തരവാദികളുടെ മരണം കൺമുൻപിൽ കാണണമെന്ന്. കൺമുൻപിൽ കാണിച്ചു തരിക മാത്രമല്ല, കൊല്ലാനുള്ള അവസരവും നിനക്ക് തരും. അതും ഈ ഒരു വ്യക്തിയിൽ മാത്രം. എന്താ, കൊല്ലാൻ തന്ന കൊല്ലില്ലേ നീ? കൊല്ലും ഞാൻ എൻ്റെ സഞ്ജയ്ക്ക് വേണ്ടി. ഞാൻ അതെങ്കിലും ചെയ്യണ്ടേ? അപ്പോഴേക്കും കർണൻ കാറിൽ കരുതിയൊരു കവറെടുത്ത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇത് കേട്ട് ഈ മാസ്കും വെച്ച് വേണം പുറത്തേക്ക് വരാൻ. അത്രയും പറഞ്ഞ് കർണൻ ദത്തനും അനിരുദ്ധും കാറിൽ നിന്നും ഇറങ്ങിയതും തന്നെ ഡോക്ടറുടെ കോസ്റ്റ്യൂമും മാസ്കും ധരിച്ചാണ് പുറത്തേക്ക് ഇറങ്ങിയത്. നിമിഷ നേരങ്ങൾക്കുള്ളിൽ ദേവയാനിയും ഉടുത്തിരുന്ന സാരിക്ക് മീതെ അതേ കോസ്റ്റ്യൂമും ധരിച്ചിറങ്ങി വന്നു. കർണനും ദേവയാനിയും മുന്നിൽ നിന്ന് പോകുമ്പോൾ അവർക്ക് പിന്നാലെ കുറച്ച് സ്പേസ് ഇട്ടുകൊണ്ട് തന്നെ അനിരുദ്ധും ദത്തനും ചെന്നിരുന്നു. ഈ സമയം സുപ്രിയയെ ഹോസ്പിറ്റൽ റൂമിൽ കിടത്തിയിരിക്കുമായിരുന്നു.
രാവിലെ ദത്തൻ അവളെ പിടിച്ചു തള്ളുന്നതിനോടൊപ്പം അവളുടെ തല മേശയ്ക്ക് വക്കിൽ ചേർത്തിടിച്ചിരുന്നു. അതിൻ്റെ ഫലമായി ആഴത്തിൽ തന്നെ മുറിവുണ്ടായിരുന്നു. ഇന്നൊരു ദിവസം അവൾ ഒബ്സർവേഷൻ കിടക്കട്ടെ എന്ന് പറയുമ്പോൾ ജനാർദ്ദന അതിന് സമ്മതിച്ചിരുന്നു. സുപ്രിയ നല്ല മയക്കത്തിലായതുകൊണ്ട് അവൾക്കുള്ള ഫുഡും മെഡിസിനും വാങ്ങാൻ ജനാർദ്ദനൻ പുറത്തേക്ക് പോകുമ്പോൾ കർണൻ ദേവയാനിയെയും കൊണ്ട് സുപ്രിയ കിടന്ന റൂമിലേക്ക് കയറി. അവരകത്ത് കയറുമ്പോൾ ദത്തനും അനിരുദ്ധും പുറത്തു തന്നെ നിന്നു. കണ്ണുകളടച്ച് മുന്നിൽ കിടക്കുന്ന സുപ്രിയയെ കാണുമ്പോൾ കർണന്റെ രക്തം തിളയ്ക്കാൻ തുടങ്ങി. അവൻ്റെ ഓർമ്മയിൽ അനുവിൻ്റെയും അച്ഛൻ്റെയും മുഖം തെളിയും തോറും അവളെ കൊല്ലാനുള്ള തീ ആളിക്കത്തിക്കൊണ്ടിരുന്നു. ദേവയാനിയുടെ കണ്ണുകൾ ആദ്യമൊന്ന് നിറഞ്ഞെങ്കിലും തൻ്റെ സഞ്ജയെ കൊല്ലാൻ കൂട്ടുനിന്നതിൽ ഒരാളെന്ന് ഓർമ്മ വന്നതും അവളുടെ കണ്ണുകളും ചുവന്നു. കർണൻ കയ്യിൽ കരുതിയ സിറിഞ്ച് അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇവൾക്കുള്ള ശിക്ഷ എനിക്ക് തന്നെ കൊടുക്കാമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്യാത്തത് എൻ്റെ അനുവിനെയും അച്ഛനെയും കൊല്ലുന്നത് നോക്കി നിന്ന് സന്തോഷിച്ചവളാണിവൾ. അതുകൊണ്ട് ഇവളുടെ നരകവേദനയോട് കൂടിയ മരണാവസ്ഥ എനിക്കും എൻ്റെ കണ്ണുകൾ കൊണ്ട് ഒരു പുഞ്ചിരിയോടെ നോക്കി നിൽക്കണമെന്നുണ്ട്. ദേവയാൻ അത് വാങ്ങി ഒന്നും ആലോചിക്കാതെ തന്നെ അവളുടെ കൈഞ്ഞരമ്പിലേക്ക് അത് ഇഞ്ചക്ട് ചെയ്തു. ബെഡിൽ നിന്നും ഉയർന്നു പൊങ്ങി പുളഞ്ഞുകൊണ്ടിരിക്കുന്ന ആ നിമിഷം സുപ്രിയ അത് കണ്ടതും കർണൻ പറഞ്ഞു, ഇനി ഇവിടെ നിന്നല്ല പുറത്തു നിന്ന് കണ്ട് ആസ്വദിക്കാം. ഇവളുടെ തന്ത തന്നെ ഇവളെ കൊല്ലുന്ന കാഴ്ച. അത്രയും പറഞ്ഞ ദേവയാനിയും കൂട്ടി പുറത്തേക്ക് വരുമ്പോൾ ദത്തൻ ചോദിച്ചു, എല്ലാം ഓക്കെ അല്ലേ? അതിനെ കർണൻ അവനെ നോക്കിയൊന്ന് ചിരിച്ചു. ജനാർദ്ദനൻ വരുമ്പോൾ സുപ്രിയ കിടന്ന റൂമിന് പുറത്തായി ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. അതും ഡോക്ടേഴ്സും നഴ്സും രോഗികളും എല്ലാവരും പുറത്തു നിന്നുകൊണ്ട് കണ്ണാടി ഗ്ലാസ്സിലൂടെ അകത്തേക്ക് തന്നെ ഭയത്തോടെ നോക്കി നിൽക്കുമായിരുന്നു. ജനാർദ്ദനൻ ടെൻഷനോട് അങ്ങോട്ടേക്ക് ഓടി വന്നു. അപ്പോഴാണ് അയാളും അകത്തെ ആ കാഴ്ച കണ്ടത്. വായിൽ നിന്നും നുരയും പതയും പുറത്തേക്ക് ഒലിച്ചു. നഖമൊക്കെ പുറത്തേക്ക് തള്ളി. അവിടെ കിടക്കുന്ന ബെഡും മറ്റും നശിപ്പിക്കുന്നതിനോടൊപ്പം സ്വന്തം ശരീരത്തിലും അവൾ മുറിവുണ്ടാക്കുന്നുണ്ടായിരുന്നു. അയ്യോ, എൻ്റെ മോൾ പ്രിയ, അയാൾ ആദിയോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകാനാഞ്ഞതും ഡോക്ടർ തടഞ്ഞു. നിങ്ങളിപ്പോൾ അകത്ത് പോകുന്നത് സേഫല്ല. ആ കുട്ടിയുടെ ശരീരത്ത് പേവിഷബാധ ബാധിച്ചിട്ടുണ്ട്. ഈ സമയം അവരുടെ അടുത്ത് ആര് പോയാലും കൊല്ലും. അങ്ങനെയുള്ള സമയമാണ് ആ കുട്ടിക്ക്. അവളെ രക്ഷിക്കാൻ ഇനി ആർക്കും കഴിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അകത്തേക്ക് പോവരുത്. ഞാൻ പോകും, അതെൻ്റെ മകളാണ്. പിന്നെ എൻ്റെ മകളുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായ നിങ്ങളാരെയും ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. നിങ്ങളുടെ മകൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കും പിടിയില്ല. പക്ഷേ ഇപ്പം എന്തു വന്നാലും നിങ്ങളെ ഞാൻ അകത്തേക്ക് വിടില്ല. എന്നാൽ അയാൾ അതൊന്നും കേൾക്കാതെ ഡോക്ടറെ തട്ടിമാറ്റിക്കൊണ്ട് മുന്നിലുള്ള ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. എന്നാൽ പുറത്തുനിന്ന് ആൾക്കാർ പേടിച്ചപ്പോൾ തന്നെ പുറത്തു നിന്നും ഡോറ് ലോക്കാക്കുകയും ചെയ്തു. ജനാർദ്ദൻ തൻ്റെ മകളുടെ അവസ്ഥ കണ്ട് സങ്കടം തോന്നി. അയാൾ അവൾക്കടുത്തേക്ക് പോകാനാഞ്ഞതും അവൾ നാക്കുകൾ പുറത്തേക്കിട്ട് പട്ടികളെ പോലെ അയാളെ നോക്കി കുരയ്ക്കും പോലെ കാണിച്ചു. അവളുടെ സ്വന്തം അച്ഛനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് പോലും അവൾ മറന്നു. അവൾ അയാളുടെ അടുത്തേക്ക് പാഞ്ഞു വന്ന് അയാളെ ആക്രമിക്കാൻ നോക്കി. എന്നാൽ ജനാർദ്ദന അതെല്ലാം തടഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അവൾ അയാളെ കടിക്കാനാഞ്ഞതും അയാൾ അവളെ ബലമായി തന്നെ മുന്നിലേക്ക് പിടിച്ചു തള്ളി. ചുമരിൽ തറച്ചിരുന്ന ആണിയിൽ സുപ്രിയയുടെ തല ശക്തിയിൽ ചെന്നിടിച്ചു. ആണി അവളുടെ തലയുടെ പിൻഭാഗത്ത് തുളഞ്ഞു കയറി. നിമിഷ നേരങ്ങൾ കഴിഞ്ഞതും അവളുടെ അനക്കം കാണാതെ വന്നതും ജനാർദ്ദനന് മുന്നിലേക്ക് നോക്കുമ്പോൾ കണ്ടു, ചുമരിൽ ചാരി കണ്ണുകളും നാക്കുകളും പുറത്തേക്ക് തള്ളി രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന സുപ്രിയയെ. അത് കണ്ടതും അയാൾ പോലും സ്തംഭിച്ചു നിന്നുപോയി. ഒരിക്കലും തൻ്റെ മകളെ കൊല്ലണമെന്ന് കരുതി ചെയ്തതല്ല, അവളിൽ നിന്നും രക്ഷപ്പെടാനായി പിടിച്ചു തള്ളിയതാണ്. പക്ഷേ താൻ തന്നെ തൻ്റെ മകളെ ഇപ്പോൾ കൊന്നിരിക്കുന്നു. അയാൾക്ക് തല പെരുക്കും പോലെ തോന്നി. അയാൾ അവൾക്കടുത്തേക്ക് വേച്ചു നടന്നു ചെന്നു നിന്നു. ഒപ്പം അവളെ അയാൾ ഇരുകരങ്ങൾ കൊണ്ടും പിടിക്കുമ്പോൾ അവൾ അയാളുടെ ദേഹത്തേക്ക് വീണിരുന്നു. അവളുടെ ബോഡി കെട്ടിപ്പിടിച്ച് വാവിട്ട് അയാൾ അലറിയതും പുറത്തുനിന്നെല്ലാവരും അകത്തേക്ക് വന്നു. അവിടെ കണ്ട കാഴ്ച കണ്ടു നിന്നവരെ പോലും സ്തംഭിപ്പിച്ചു. പെട്ടെന്നാണ് എല്ലാവരെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് രണ്ട് ഉറച്ച കാൽപാദങ്ങൾ അയാൾക്ക് മുൻപിൽ വന്നു നിന്നത്. അയാൾ തല ഉയർത്തി നോക്കി. എന്നാൽ അപ്പോൾ തന്നെ മുഖത്ത് മാസ്ക് വെച്ച് കർണൻ അയാൾക്കടുത്ത് മുട്ടുകുത്തിയിരുന്നു. കർണനെ കണ്ടതും അയാളൊന്ന് നടുങ്ങി. എന്നാൽ കർണൻ പുച്ഛത്തോടെ അയാളെ നോക്കി പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നിന്റെ കൺമുൻപിലിട്ട് തന്നെ നിന്റെ മോളെ കൊല്ലുമെന്ന്. ഇപ്പം എന്തായി? നീ തന്നെ നിന്റെ മോളെ കൊന്നില്ലേ? അല്ല, കൊല്ലാൻ ഇടവരുത്തി വെച്ചില്ലേ?
എൻ്റെ അനുവിനെയും അച്ഛനെയും നീ കൊന്നടുക്കിയില്ലേ? പാവം സഞ്ജയ്, അവൻ്റെ അമ്മ, ദത്തൻ്റെ അച്ഛൻ, അങ്ങനെ എത്ര പേരെ കൊന്നൊടുക്കി നീ. നിന്റെയും മകൾക്ക് വേണ്ടിയല്ലേ പലരെയും കൊന്നും വെട്ടിച്ചും പലതും നേടിയത്? എന്നിട്ടെന്തായി? അത് അനുഭവിക്കാൻ ഇന്ന് ഭൂമിയിൽ തന്നെ നിന്റെ മകളില്ല. അവൾക്ക് വേണ്ടിയെല്ലാം വെട്ടിപ്പിടിക്കുകയും ജന്മം കൊടുക്കുകയും ചെയ്ത തന്ത എന്ന് പറയുന്ന വൃത്തികെട്ട നീ തന്നെ ആ മകളെ കൊന്നില്ലേ? മറ്റുള്ളവർക്ക് നീ നഷ്ടങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവർ എത്രത്തോളം വേദനിച്ചു എന്ന് നിനക്ക് നിന്റെ മകളെ നഷ്ടമായപ്പോൾ മനസ്സിലായി കാണും അല്ലേ? ഇതിനൊക്കെ നീയൊക്കെ എല്ലാം അനുഭവിക്കും. എൻ്റെ മകൾ മരിച്ചെങ്കിലും അവളുടെ അച്ഛനായ ഞാൻ ജീവനോടെ തന്നെയുണ്ട്. എൻ്റെ മോളെ കൊല്ലാൻ കാരണക്കാരായ എല്ലാത്തിനെയും കൊല്ലും ഞാൻ. ഒന്നിനെയും ഈ ഭൂമിയിൽ ജീവനോടെ ജീവിക്കാൻ അനുവദിക്കില്ല ഞാൻ. മോളി ചത്തെങ്കിലും നിങ്ങളുടെ ഈ വെല്ലുവിളി അതെനിക്കിഷ്ടമായി. പക്ഷെ ഒന്ന് നിങ്ങളിപ്പോഴും മറക്കുന്നു, വെല്ലുവിളി അത് എന്നോടാണ് കാണിക്കുന്നതെന്ന്. ഇനി ചുരുക്കം ചില വിരലുകൾ എണ്ണാൻ പാകത്തിനാണ് നിങ്ങളുടെ ആയുസ്. മോള് പോയ പിറകെ തന്നെ നിങ്ങളെയും ഞങ്ങൾ അങ്ങ് പരലോകത്തേക്ക് അയച്ചിരിക്കും. ഇത് ഈ കർണൻ്റെ വാക്കാണ്. കാരണം എനിക്കൊരു വാക്കേ അന്നും ഇന്നുമുള്ളൂ. മോളുടെ കുഴിമാടത്തിനടുത്തായി തന്നെ ഒരു കുഴി എടുക്കുന്നതാ ഇപ്പോഴേ നിങ്ങൾക്കും നല്ലത്. കേട്ടല്ലോ? അത്രയും പറഞ്ഞ് കർണൻ അയാളെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പോരുമ്പോൾ അയാൾക്കുള്ളിൽ അവനോടുള്ള ദേഷ്യം ആളിക്കത്തി. തിരിച്ചു വൃന്ദാവനത്തിലേക്ക് വരുമ്പോൾ ദേവയാനിയുടെ മനസ്സ് എന്നത്തേക്കാളും ശാന്തമായിരുന്നു. സുപ്രിയയുടെ മരണം അറിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് ഉണ്ടായത്. കാരണം അത്രയ്ക്കും തിന്മ മാത്രമല്ലേ ചെയ്തിരിക്കുന്നത്. ജനാർദ്ദനും ഉടനെ തന്നെ ഇതിലും വലിയ മരണം ശിക്ഷ കിട്ടുമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു. അന്നത്തെ ദിവസം ദത്തനും മഹേശ്വരിയും അവർക്കൊപ്പം അവിടെ കൂടി എല്ലാവരുമൊത്തുള്ള സന്തോഷത്തിൻ്റെ ദിവസം. രാത്രിയിൽ കർണനോടുള്ള പരിഭവം അവൻ ആദ്യം അവളെ ചുണ്ടിലെ തേൻ നുകർന്നുകൊണ്ട് മാറ്റിയെങ്കിലും പിന്നെ അത് ഇരു ശരീരങ്ങളെയും ചൂട് പിടിപ്പിക്കുന്ന മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചിരുന്നു. പല്ലവിയിലെ വസ്ത്രങ്ങളും ആഴയാഭരണങ്ങളും അവളുടെ ശരീരത്തിൽ നിന്നും വലിച്ചെറിഞ്ഞു. ഒപ്പം അവനിൽ മറയായി നിന്ന ഡ്രസ്സും അഴിച്ചു കളഞ്ഞ് ഇരുവരും ഒരു മയ്യായി കെട്ടിപ്പുണർന്നു. ചെറുചുംബനത്തിൽ തുടങ്ങി അവളുടെ ഓരോ അണുവിലും അവൻ ആർത്തിയോടെ ചുംബിച്ചു. ഒപ്പം അവളിലേക്ക് ആ രാത്രി പലതവണ പേമാരിയായി പെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. അപ്പോഴും പല്ലവിയുടെ ചുണ്ടിൽ നാണത്താൽ പടർന്നൊരു പുഞ്ചിരി വിടർന്നു. കർണന്റെ നിർബന്ധം കാരണം പിറ്റേന്നും എല്ലാവരും വൃന്ദാവനത്തിൽ തന്നെ കൂടി. ആ ദിവസം ഗംഭീരമാക്കാൻ അന്നത്തെ അടുക്കള കൈയടക്കിയത് കർണനും ഗോവർദ്ധനും മുത്തശ്ശനും അനിരുദ്ധനും ദത്തനും ചേർന്നായിരുന്നു. ബാക്കി പെൺപടകൾ മിത്തുമോളെയും ദേവൂട്ടനെയും കളിപ്പിച്ച് മറ്റൊരു ലോകത്തായിരുന്നു. കർണനും സംഘവും ചേർന്ന് അടുക്കള കൈയടക്കിയത് കൊണ്ട് തന്നെ പെൺപടയിൽപ്പെട്ട ആരും അവിടേക്ക് വരാതിരിക്കാൻ പാചകം കഴിയുന്നത് വരെയും അടുക്കള ഭാഗത്തെ ഡോർ അവർ ലോക്കാക്കിയിരുന്നു. ഉച്ചയ്ക്ക് കർണൻ അടുക്കളയിലെ ഡോറ് തുറന്ന് തലയിൽ കെട്ടിവെച്ചിരുന്ന തോർത്തഴിച്ച് തോളിലിട്ടുകൊണ്ട് പറഞ്ഞു എല്ലാവരോടുമായി, അതെ, ഊണ് റെഡിയായിട്ടുണ്ട്. ഇനി നിങ്ങൾ എല്ലാവരും വന്ന് കഴിച്ച് അഭിപ്രായം പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. കർണൻ അത് പറയാൻ കാത്തിരുന്നത് പോലെയായിരുന്നു എല്ലാവരുടെയും പെരുമാറ്റം. കാരണം അവൻ നോക്കുമ്പോൾ മുത്തശ്ശി ഉൾപ്പെടെ രേവതി, മഹേശ്വരി, പല്ലവി, ദേവയാനി, അർച്ചന, കാർത്തിക, സൂര്യ എല്ലാവരും ടേബിളിൽ സ്ഥാനം പിടിച്ചിരുന്നു. ഒപ്പം ദേവയാനിയുടെ മടിയിൽ മിത്തുമോളും പല്ലവിയുടെ മടിയിൽ ദേവൂട്ടനും ഇരുന്നു. അതെ, ഞങ്ങൾ റെഡിയായി. ഇനി ഏട്ടൻ പോയി ഫുഡ് കൊണ്ടുവാ. വിശന്നിട്ട് എൻ്റെ കുടൽമാല വരെ കത്തുന്നുണ്ടോ എന്നൊരു സംശയം. കാർത്തിക കർണനെ നോക്കി പറയുമ്പോൾ തന്നെ അടുക്കളയിൽ നിന്നും ദത്തനും അനിരുദ്ധും ഗോവർദ്ധനും മുത്തശ്ശനും എല്ലാവരും ചേർന്ന് ഓരോ വിഭവങ്ങളായി ടേബിളിൽ നിരത്തുന്നത് കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ അതിശയത്തിൽ വിടർന്നു. എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു. അതെ, ഇതൊക്കെ ശരിക്കും നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണോ? പല്ലവി കർണനെ നോക്കി ചോദിച്ചു. ഇതൊക്കെ ഞങ്ങൾക്ക് നിസ്സാരമല്ലേ, അധികം സമയമില്ലാത്തോണ്ടാ ഇത്രയിലും ഒതുക്കിയേ, ഇല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഐറ്റംസ് ഇവിടെ നിരന്നേനെ. അത്രയും പറഞ്ഞ ശേഷം അവർക്ക് മുന്നിലിടുന്ന ഇലയിലേക്ക് തന്നെ എല്ലാം വിളമ്പി നൽകി. ഓരോന്നും സ്വാദോടെ അവർ ആസ്വദിച്ച് കഴിച്ചു. ഇടയ്ക്കിടെ അവരുടെ ഫുഡിനെ പറ്റി വാതോരാതെ സംസാരിക്കുകയും ചെയ്തു. ഫുഡ് കഴിച്ച് അവരെല്ലാം പോകുമ്പോൾ അവിടെ മൊത്തത്തിൽ ക്ലീനാക്കുന്ന ജോലിയും അവർ സമൃദ്ധമായി ചെയ്തു. കർണൻ അടുക്കള വശത്തേക്ക് വരുമ്പോൾ അവരെ കാത്തൊരാൾ നിൽപ്പുണ്ടായിരുന്നു. വേറെ ആരുമല്ല, ഇവർ ഉണ്ടാക്കിയെന്ന് പറയുന്ന ഈ ഫുഡെല്ലാം സപ്ലൈ ചെയ്ത് നൽകാൻ വന്ന ഡെലിവറി ബോയ്. കർണൻ പല്ലവി കാണാതെ പോയ റൂമിൽ നിന്നും അവനെടുത്തു കൊണ്ടുവന്ന പേഴ്സ് തുറന്നു. അവർ പറഞ്ഞ ക്യാഷ് അതുപോലെ കൊടുത്തു. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇവിടെ വന്നത് ആരും കണ്ടിട്ടില്ല. അപ്പം തിരിച്ചു പോകുന്നതും അങ്ങനെ ആയിരിക്കണം. ദത്തൻ അവരെ നോക്കി പറയുമ്പോൾ അവർ തലയാട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോയിരുന്നു.
അന്നത്തെ ദിവസം എല്ലാവരിലും നിറഞ്ഞു നിന്നത് ആൺപട ഉണ്ടാക്കിയ ഫുഡായിരുന്നു. എന്നാൽ അവർക്കറിയില്ലല്ലോ അവരെ അവർ മൊത്തത്തിൽ പറ്റിക്കുകയായിരുന്നു എന്ന്.